ഹായ്, ഇന്ന് ഞാൻ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ മലയാളി പ്രേക്ഷകർ വെയിറ്റ് ചെയ്യുന്ന രണ്ട് ചിത്രങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി വന്ന കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ നമ്മുടെ ദൃശ്യം 3, അതായത് ദൃശ്യം 1ൻ്റെ തുടർച്ചയായിട്ട് ദൃശ്യം 2 നമ്മുടെ കൊറോണ ടൈമിൽ വന്നു. അതിനുശേഷം അതിൻ്റെ 3 വരാൻ പോവാണ്. ഈ വരുന്ന ഏപ്രിൽ 2-നാണ് ചിത്രത്തിൻ്റെ റിലീസ്. മലയാളി പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നൊരു ലാലേട്ടൻ്റെ ഒരു ചിത്രമാണിത്. കാരണം ഇറങ്ങിയതെല്ലാം ഹിറ്റാണ്. ജിത്തു ജോസഫ് ലാലേട്ടൻ കൂട്ടുകളിൽ വന്ന ദൃശ്യം 1, ദൃശ്യം 2 ഒക്കെ വമ്പൻ ഹിറ്റായിരുന്നു. ദൃശ്യം 2 ആണെങ്കിൽ OTT ഹിറ്റാണെങ്കിലും ദൃശ്യം 1 ആദ്യം മലയാളത്തിൽ 50 കോടി ചിത്രമായിട്ട് മലയാളത്തിൽ റെക്കോർഡ് ചിത്രമാണ്. അപ്പോൾ അതിൻ്റെ മൂന്നാം ഭാഗം എന്നോണം ദൃശ്യം 3 ഒരു ഇമോഷണൽ ഡ്രാമ, അതായത് ഇതിൻ്റെയൊക്കെ ഒരു ഇമോഷണൽ ടൈപ്പായിട്ടാണ് ഈ ചിത്രം വരാൻ പോകുന്നത്. മലയാളികൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ഒരു ചിത്രമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മമ്മൂക്ക, ലാലേട്ടൻ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ ഒന്നിക്കുന്ന പാട്രിയോട്ട്. ഈ ചിത്രം കഴിഞ്ഞ ഡിസംബറിൽ തുടങ്ങിയതാണ്. പിന്നീട് ഒരുപാട് കാരണങ്ങളാലൊക്കെ ഇങ്ങനെ മാറി. സത്യം പറഞ്ഞാൽ അത് ഈ ഡിസംബറിലൊക്കെ റിലീസ് ചെയ്യേണ്ട പടമാണ്. പക്ഷെ അത് മാറി മാറി അവസാനം വന്ന് നിൽക്കുന്നത് നമ്മുടെ ദൃശ്യത്തിൻ്റെ അടുത്ത് തന്നെയാണ്. അതായത് വെക്കേഷൻ ടൈമായ ഏപ്രിൽ 23-നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. കാരണം അതിൻ്റെ കുറച്ച് പാച്ച് വർക്കുകളും കാര്യങ്ങളും, കാരണം അപ്പോൾ അതിൻ്റെ ഡബ്ബിങ്ങും എഡിറ്റിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളുടെ ഒരുപാട് കാര്യങ്ങളായി ഇപ്പോൾ ഇതിൻ്റെ ഷൂട്ടിങ് ഫുള്ളായി തീർന്നിട്ടുണ്ട്. ഇനി അതിൽ ബാക്കിയുള്ള അതിൻ്റെ CG വർക്കും അതിൻ്റെ എഡിറ്റിങ്ങും ഡബ്ബിങ്ങും അങ്ങനെയുള്ള ഒരുപാട് കാര്യം, കാരണം ഒരുപാട് സ്റ്റാർസ് സത്യം പറഞ്ഞാൽ 2020-ക്ക് ശേഷം ഏറ്റവും കൂടുതൽ മലയാളത്തിൽ നിന്നും ആർട്ടിസ്റ്റ് പങ്കെടുക്കുന്ന ഒരു വമ്പൻ മൾട്ടി സ്റ്റാർ ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ് പാട്രിയോട്ട്. അത് മമ്മൂക്ക നായകനായിട്ട് നമ്മുടെ ലാലേട്ടൻ ക്യാമിയോ റോളിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഫഹദ് ഫാസിലും ചാക്കോച്ചനൊക്കെ ഒരു മെയിൻ റോളിൽ ചെയ്യാണ്. അപ്പോൾ ആ ചിത്രം ആണ് ഏറ്റവും കൂടുതൽ മലയാളികൾ 2026-ൽ വെയിറ്റ് ചെയ്യുന്ന ഒരു മലയാള ചിത്രം. അപ്പോൾ ഈ രണ്ട് ചിത്രങ്ങളും നമ്മുടെ ഏപ്രിൽ മാസം, അതായത് വെക്കേഷൻ, ഏപ്രിൽ 1 ആണെങ്കിൽ നമ്മുടെ വിഷു വരുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സ്കൂളൊക്കെ അവധിയായിട്ട് അതിൻ്റെ അവധിയുമൊക്കെ ആയിട്ട് തൂത്ത് വരാനും മലയാളത്തിന് ബിഗംസ് വരികയാണ്. ദൃശ്യം 3 ആണെങ്കിൽ ഒരു ഇമോഷൻ ടൈപ്പാണെങ്കിലും മറ്റേത് പാട്രിയോട്ടാണെങ്കിൽ ഒരു ആക്ഷൻ ത്രില്ലർ, ഒരു സ്പൈ, ഒരു ത്രില്ലർ പടമാണ്. എന്തായാലും ഇവർ രണ്ടുപേരും 19 വർഷത്തിന് ശേഷം ഒന്നിക്കുന്നൊരു പടം എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഏറെ ആകാംക്ഷയാണ്. എന്താണ് ഇവരെ ഒരുമിച്ച് സ്ക്രീനിൽ വരുമ്പോൾ എങ്ങനെയാകും എന്നുള്ള ഒരു ആകാംക്ഷയുണ്ട്. നമുക്ക് ഒരുപാട് ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യണം. എന്തായാലും നമുക്ക് ഒരു വമ്പൻ ചിത്രമായിട്ട് തന്നെ വരും. ഇതിൻ്റെ ട്രെയിലർ എന്തായാലും കുറച്ച് ലേശം വൈകും. പക്ഷെ ഇതിൻ്റെ ടീസർ, അതായത് ഇതിൻ്റെ സെക്കൻഡ് ടീസർ അധികം വൈകാതെ മിക്കവാറും അത് ചത്താപ്പച്ചയുടെ കൂടെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. കൺഫേം അല്ല. ചിലപ്പോൾ അത് ജനുവരി 22-ന് അതിൻ്റെ ഒരു ടീസർ ചിലപ്പോൾ അതിന് കൂടെ ഉണ്ടാകും. അല്ല എങ്കിൽ നമ്മുടെ ഫെബ്രുവരി 1-ൽ ഇതുണ്ടാകും. അങ്ങനെയാണ് കേൾക്കുന്നത്. എന്തായാലും ഏപ്രിലാണ്. ഏപ്രിൽ വന്നില്ല എങ്കിൽ ചില കാരണങ്ങളാൽ മാറിയാൽ അത് മെയ്യിൽ കൺഫേം ആയിട്ട് വരും. എന്നാൽ ഇങ്ങനെ അതിൻ്റെ ഒരു അപ്ഡേഷൻ. എന്തായാലും വെയിറ്റ് ചെയ്യുക എല്ലാവരും. നിങ്ങളെ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന മൂവി ഏതാണെന്ന് കമൻറ്റ് ചെയ്യട്ടോ. ദൃശ്യം 3 ആണോ പാട്രിയോട്ടാണോ? ഒന്ന് കമൻറ്റ് ചെയ്ത് പൊളിച്ചോളി മക്കളെ.